അവന്തിക. രചന ദേവ് മഹാദേവ്. സർവാഭരണ വിഭൂഷിതയായി കോവിലിന് മുമ്പിൽ നിൽക്കുമ്പോഴും അവൾ അസ്വസ്ഥയായിരുന്നു. നിമിഷങ്ങൾക്ക് മുന്നേ വരെ തന്റെ മാതാപിതാക്കളോട് ഈ വിവാഹത്തിനുള്ള തന്റെ താല്പര്യമില്ലായ്മ അറിയിച്ചതാണ്. എന്നിട്ടും ദേഷ്യം കൊണ്ട് കണ്ണുകൾ നിറയുന്നു. അവൾ തന്റെ മാതാപിതാക്കളെ നോക്കി. വലിയ എന്തോ കടമ തീർത്ത പോലെയാണ് ആ മുഖം. താലിയുമായി അടുത്ത് നിൽക്കുന്നവരിലേക്കായി പിന്നീടുള്ള നോട്ടം. വീടെവിടെ, നാടെവിടെ, എന്തിന് പേര് പോലും അറിയില്ല. കെട്ടിമേളം തുടങ്ങി. അവൾ ദീർഘമായി നിശ്വസിച്ചുകൊണ്ടേയിരുന്നു. ഇല്ല, എനിക്ക് ഈ വിവാഹത്തിന് നിന്നുകൊടുക്കാൻ കഴിയില്ല. എന്റെ സ്വപ്നങ്ങൾ, നേടിയെടുക്കാൻ ആഗ്രഹിച്ച നേട്ടങ്ങൾ, വിവാഹം കഴിഞ്ഞ് പഠിക്കാമെന്ന് വാക്ക് തന്നു എന്നത് വാക്ക് മാത്രമായി നിൽക്കാനാണ് സാധ്യത. കയ്യിലും കഴുത്തിലും നിറഞ്ഞെടുക്കുന്ന സ്വർണത്തിലേക്ക് നീളുന്ന ആ കണ്ണുകൾ അത് തന്നെയാണ് പറയുന്നത്. എല്ലാം ഭാരമാണ്, വലിച്ചു പൊട്ടിക്കാൻ തോന്നുന്നു. എത്ര പവനുണ്ടാവും? നല്ലൊരു കോളേജിൽ മെഡിസിൻ അഡ്മിഷൻ കിട്ടിയപ്പോൾ അടക്കാൻ പണമില്ലെന്ന് പറഞ്ഞ അച്ഛൻ തന്നെയാണോ ഈ ആഭരണങ്ങളെല്ലാം വാങ്ങിയത്? കടമെടുത്തും വായ്പെടുത്തും ഉണ്ടാക്കിയ ഈ സ്വർണത്തെക്കാൾ വില താൻ നൽകുമായിരുന്നു. ഒരുപക്ഷെ തന്റെ പഠനം പൂർത്തീകരിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ. ചിന്തയോടെ നിൽക്കുമ്പോൾ കഴുത്തിനരികിലേക്ക് താലിയുമായ കൈകൾ നീണ്ടു. അവൾ ഇരുവശത്തേക്കും തല ചലിപ്പിച്ചുകൊണ്ടേയിരുന്നു. താലി തട്ടിമാറ്റുവാൻ കൈകൾ ഉയർന്ന അതേ നിമിഷം തന്നെ തന്റെ വലതു കൈയിൽ പിടിച്ച ആരോ വലിച്ചു. ഞെട്ടൽ മാറുന്നതിന് മുന്നേ തന്നെ കഴുത്തിലെന്തോ കുരുങ്ങി. എന്താണ് സംഭവിക്കുന്നത്? തന്റെ കഴുത്തിൽ നിന്നും പിൻവലിഞ്ഞ കൈകളിലൂടെ ഉടമയെ അവൾ നോക്കി. വിരിഞ്ഞ മാറിൽ എന്തൊക്കെയോ ടാറ്റു ചെയ്തിട്ടുണ്ട്. കട്ടിയേറിയ താടിയും മുടിയും, കഴുത്തിൽ നീണ്ടു കിടക്കുന്ന മാലയും. നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ എന്താണ് സംഭവിച്ചത്? തന്റെ കൈകൾ പിടിച്ചയാൾ എന്നെ കെട്ടുവാന്ന നാട് മുന്നിലേക്ക് ചെന്ന് നിന്നു. പറഞ്ഞതല്ലേ വെങ്കി, പണി തരുന്ന്. നാണം കെട്ട് നീ നിൽക്കിയവർക്ക് മുമ്പിൽ എന്നെ നീ വേദനിപ്പിച്ചതിന്റെ 10 ഭാഗം പോലും അല്ല ഇതെന്ന് ഓർക്കുക നീ. അത്രയും പറഞ്ഞ ശേഷം ആ ബലിഷ്ഠമായ കൈകൾ എന്റെ കൈകളിൽ മുറുകി എന്നെയും കൊണ്ട് കോവിലിന് പുറത്തേക്ക് ഇറങ്ങി. കൈ അയക്കാൻ ശ്രമിച്ച് എന്നെ ബലം പ്രയോഗിച്ച് മുന്നിലെ ജീപ്പിലേക്ക് കയറ്റി. ദേഷ്യത്തോടെ ഞാൻ പലതും അയാളോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. എങ്കിലും കൃത്യമായൊരു മറുപടി തന്നില്ല. അല്പസമയത്തിന് ശേഷം ആ വണ്ടി ഒരു വലിയ വീണുമ്പിൽ ഇരമ്പലോടെ ചെന്ന് നിന്നു. ഇറങ്ങാനെന്ന പോലെ എനിക്കരികിലെത്തി വാതിൽ തുറന്നു. അയാളെ ദേഷ്യത്തോടെ നോക്കി ഞാൻ പുറത്തേക്ക് ഇറങ്ങി. കയ്യിൽ നിലവിളക്കുമായി ഒരു സ്ത്രീ മുന്നിലേക്ക് വന്നു. അകത്തേക്ക് കയറാൻ പറഞ്ഞു. പിന്നാലെ അല്പം പ്രായം ചെന്ന ഒരാളും. അടുത്തു നിൽക്കുന്നവരൊന്നും നോക്കുന്ന പോലുമില്ല. സംശയത്തോടെ ആ സ്ത്രീയെയും അയാളെയും നോക്കി. ഒന്ന് ദീർഘമായി നിശ്വസിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇല്ല, ഞാൻ കയറില്ല. 2 ദിവസങ്ങൾ മുന്നേ തുടങ്ങി ഈ നിമിഷം വരെ എന്റെ ജീവിതത്തിൽ മാറി വരുന്ന സംഭവങ്ങൾ എനിക്ക് പോലും അത്ഭുതം ഉണ്ടാക്കുന്നത്. ഇക്കഴിഞ്ഞ മണിക്കൂറിലെല്ലാം എൻ്റെ വാക്കുകൾക്ക് യാതൊരു വില പോലും ആരും കൽപ്പിച്ചില്ല. ദാ ഇപ്പൊ ഞാൻ ഇന്നേവരെ കാണാത്ത ഒരാൾ കഴുത്തിലൊരു കയറ് മുറുക്കി ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. എന്നിട്ട് നിലവിളിക്ക് നീട്ടി അകത്തേക്ക് ക്ഷണിക്കുന്നു. എന്ത് വിഡ്ഢിത്താണ് ഇവയെല്ലാം? അവർ രണ്ടാളും അവൾ അത്ഭുതത്തോടെ നോക്കി. ആ സ്ത്രീ ഒരു ചിരിയോടെ അവളുടെ കവിളിൽ തലോടി. മോളെ, മോൾക്ക് എല്ലാം മനസ്സിലാവും. പെട്ടെന്നുള്ള ദേഷ്യം ഉണ്ടെന്നേ ഉള്ളൂ. ഇവനാള് പാവ. നിങ്ങളുടെ മകൻ്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് കിട്ടാനല്ല ഞാൻ സംസാരിക്കുന്നത്. എല്ലാം മനസ്സിലാവുമെന്ന് പറഞ്ഞ് കാത്തിരിക്കാൻ എന്നെ കൊണ്ടാവില്ല. അവൾ അടുത്ത് നിൽക്കുന്നവനിലേക്ക് തിരിഞ്ഞു. അയാൾക്ക് മുമ്പിൽ എന്തൊക്കെ വീരവാദങ്ങൾ മുഴക്കുന്ന കേട്ടല്ലോ. പറഞ്ഞതല്ലേ വെങ്കി, പണി തരുമെന്ന്. അവൾ അവനെ അനുകരിച്ചുകൊണ്ട് പറഞ്ഞു. നീ ഒരുപാട് നെകളിക്കല്ലേ നീ. നിർത്തടോ. കൈ ഉയർത്തി അവൾ അവനെ തടഞ്ഞു. എന്ത് നെകളിപ്പെന്നാ താൻ പറയുന്നത്? നിനക്കൊക്കെ ചെയ്യുന്നോണ്ടൊരു കുഴപ്പമില്ല. ഞങ്ങളങ്ങ് നിന്ന് തന്നതാണോ? മോളെ പ്ലീസ്, നീ അകത്തോട്ട് കയറിയോ, നമുക്ക് സംസാരിക്കാം. അതെ, സംസാരിക്കണം. സംസാരിച്ചിട്ട് ഞാൻ പോകുന്നുള്ളൂ. അവൾ അവരെ മറികടന്ന് അകത്തേക്ക് കയറി. അവരെ കേൾക്കാനെന്ന പോലെ സോഫയിലേക്ക് ഇരുന്നു. അകത്തേക്ക് വന്ന 2 പേരുടെയും മുഖത്തേക്ക് അവൾ മാറി മാറി നോക്കി. അത് മോളെ, വെങ്കിയെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. അത്രയും പറഞ്ഞ് വിതമ്പലോട് അവർ ഹാളിൽ തൂക്കിയൊരു ചിത്രത്തിലേക്ക് മുഖം തിരിച്ചു. നിഷ്കളങ്കമായ പുഞ്ചിരിയോടെ നിൽക്കുന്ന ഒരു പെൺകുട്ടി എൻ്റെ ഇളയ മകളാ. ഇവൻ്റെ പൊന്നനുജത്തി. 2 വർഷം മുന്നെയാണ് മെഡിസിൻ ചെന്നൈയിൽ ഒരു പ്രൈവറ്റ് കോളേജിൽ ചേർത്തത്. ആദ്യ വർഷം ഭയപ്പാടയോടെയാണ് കോളേജിൽ ചേരാൻ പോയത്. എങ്കിലും പിന്നീട് അവൾ അവിടെ സന്തോഷവതിയായിരുന്നു. 2ാം വർഷം അവസാനിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായ ആ വാർത്ത ഞങ്ങൾ അറിയുന്നു. ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ എൻ്റെ മോള്. കരഞ്ഞുകൊണ്ട് അവർ സോഫയിലേക്ക് ഇരുന്നു. അമ്മക്കരികിൽ വന്നിരുന്ന കാശി അവരെ സമാധാനിപ്പിച്ചു. അപ്പോഴും അവളൊന്നും മിണ്ടിയില്ല. യാതൊരു കാരണവുമില്ലാതെ അവൾ എങ്ങനെ അത് ചെയ്യാനാ? പോലീസ് അന്വേഷണത്തിന് ഞങ്ങൾ സമീപിച്ചു. എന്നാൽ ഒന്നും കണ്ടെത്താതെ അവർ കേസ് ക്ലോസ് ചെയ്തു. പിന്നീട് ഇവൻ ഒരുപാട് അന്വേഷിച്ചു. മോളുടെ സുഹൃത്തുക്കളായിട്ടെല്ലാം സംസാരിച്ചു. അപ്പോഴാണ് വെങ്കിയെക്കുറിച്ച് അറിയുന്നത്. അവള് പഠിച്ച കോളേജിലെ അധ്യാപകനാ, ഒരു ഡോക്ടർ. ഒരു വിദ്യാർത്ഥി അധ്യാപകൻ ബന്ധമായിരുന്നില്ല അവർ തമ്മിൽ. പ്രണയം. നാട്ടിലാണെങ്കിൽ 6 മണി കഴിഞ്ഞാൽ വീടിന് പുറത്തിറങ്ങാൻ അവളെ ഞങ്ങൾ അനുവദിക്കുമായിരുന്നില്ല. അവളാ പല രാത്രികളിൽ അവനെ വിശ്വസിച്ച് അവനും പോയത്. ചതിച്ചതാ അവൻ്റെ സുഹൃത്തുക്കളും ചേർന്ന്. വയറ്റിലൊരു കുരുന്ന് വളർന്നു വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ അവനരികിൽ അവൾ പലവട്ടം ചെന്നതാ. അവൻ സമ്മതിച്ചില്ല. അപ്പൻ്റെ മോള് ഒന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഒന്നും പറഞ്ഞിരുന്നില്ല. അത്രയും കരച്ചിലോടെ പറഞ്ഞുകൊണ്ട് അവരിരുന്നു. ആ കുട്ടിക്ക് വയലിൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അല്ലേ? അല്പം മുന്നേ കണ്ട ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൾ ചോദിച്ചു. അവളുടെ കണ്ണുകൾക്ക് പിന്നാലെ അവരും സഞ്ചരിച്ചു. അത് പഠിച്ച് മുന്നോട്ട് പോകണമെന്ന് ഏറെ ആഗ്രഹിച്ചു. ഞാൻ ഊഹിച്ചു. താല്പര്യമില്ലാതെ പറഞ്ഞുകൊണ്ട് അവൾ എഴുന്നേറ്റു. ഓക്കെ, എൻ്റെ ചോദ്യം ഇതാണ്. ഈ കഥയിൽ ഞാനെവിടെ? ഞാനുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി എന്ന് പറയുന്ന വെങ്കി. ഈ നിമിഷം വരെ എനിക്കും അയാളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഞാനെൻ്റെ മുമ്പിൽ നിൽക്കുന്ന നിങ്ങൾ 3 പേരായിട്ടൊരു ബന്ധവുമില്ല. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ പ്രവൃത്തികൾ ചെയ്തു? അനിയത്തിയില്ലായ്മ ചെയ്തതിനുള്ള പ്രതികാരം? ഇതാണോ പ്രതികാരം? അല്പം കടുപ്പത്തോടെ തന്നെ അവൾ ചോദിച്ചു.
ഇവിടെ എന്ത് സന്തോഷം നിങ്ങൾക്ക് കിട്ടിയത്? അയാൾ നാണം കിട്ടതോ? എടോ ഒരു കത്തിയെടുത്തുകൊണ്ട് വന്ന് അവന്റെ നെഞ്ചത്ത് കുത്തിയായിരുന്നെങ്കിൽ ഇതിലും നല്ലതായിരുന്നല്ലോ. ഒരു പ്രതികാരം. പുച്ഛത്തോടെ അവൾ ചിരിച്ചു. അല്ല, ആ പ്രതികാരം ചെയ്യാനുള്ള എന്ത് യോഗ്യതാണ് നിങ്ങൾക്കുള്ളത്? ആ കുട്ടി ഇഷ്ടത്തിന് വിലങ്ങുതൽ വെച്ച് അതിന് മെഡിസിൻ അയച്ചതോ? അത് 6 മണിയായാലും പുറത്തിവിടായിരുന്ന് സംരക്ഷിച്ചോ? സിറ്റുവേഷൻ ചേരുന്നതാണെന്നറിയില്ല. എങ്കിലും ഒരു കാര്യം പറയട്ടെ, 6 മണിക്ക് 7 മണിക്ക് രാത്രി കുട്ടികളെ പുറത്തിവിടാതിരുന്നല്ല നിങ്ങൾ അവരെ സംരക്ഷിക്കേണ്ടത്. മറിച്ച് പിന്നീട് ഒരിക്കൽ ഇതേ സമയങ്ങൾ പുറത്തിറങ്ങുമ്പോൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകേണ്ടത്. തീർച്ചയായിട്ടും ഞാൻ പറയുന്നു, ഇപ്പം നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഒരിക്കലും അംഗീകരിക്കാനാവുന്നില്ല. ഫീൽ സോ സോറി ഫോർ യുവർ സിസ്റ്റർ. ഇത് നിങ്ങളുടെ സിസ്റ്ററിന് മാത്രം ഗതിയല്ല, അവളുടെ മനോനില എന്തായിരുന്നു എനിക്ക് ഊഹിക്കാം. 2 ദിവസങ്ങൾക്ക് മുന്നെയാണ് എൻ്റെ വിവാഹത്തെപ്പറ്റി വീട്ടുകാർ പറയുന്നത്. ഒന്നറിയാത്തവൻ്റെ കയ്യിലേക്ക് ഇട്ടുകൊടുക്കുക. ഞാനെന്താ പാവയാണോ? അവസാന നിമിഷം പോലും ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ലെന്ന്. എവിടെ? ആര് കേൾക്കാൻ? ഞങ്ങൾക്കൊരു ബാധ്യതയാണോ വീട്ടുകാർക്ക്? ഇത്രനാളും വളർത്തി വലുതാക്കിയ കണക്കും പറഞ്ഞ് വേറെത്തൻ്റെ വീട്ടിലേക്ക് അയച്ചു വിടുമ്പോൾ അവർക്ക് എന്ത് സമാധാനം? സ്വന്തം വീട്ടിലൊരു വിലയും തരുന്നില്ല, പിന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടാനാ? അവസ്ഥ ഇതിലും മോശം. 2 ദിവസങ്ങളായി മനസ്സിൽ കൂട്ടിവെച്ച ദുഃഖങ്ങളും ദേഷ്യവും പരിഭവമെല്ലാം അവളിൽ നിന്ന് പുറത്തേക്ക് വാക്കുകളായി പ്രവഹിച്ചു. വേണേ നോക്കോ, കുടുംബത്തോടെ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് ഓടി വരും. എന്റെ കാമുകനാണ് താനെന്ന് പോലും പറഞ്ഞു വരുത്തും. അവളത് പറഞ്ഞു തീർത്തുടനത്തിന് മുറ്റത്തൊരു വാഹനം വന്നിരിക്കുന്ന ശബ്ദം കേട്ടവൻ അങ്ങോട്ട് നോക്കി. കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന അവളുടെ അമ്മയും പിന്നാലെ അച്ഛനും സഹോദരങ്ങളും. അത് കണ്ട് പുച്ഛമാണ് തോന്നിയത്. നിനക്ക് ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നോ? കരഞ്ഞുകൊണ്ട് അവളുടെ അമ്മ ഇടം വരെ അവൾ അടിക്കുന്നതിനോടൊപ്പം പറഞ്ഞു. പ്രതീക്ഷിച്ച വാക്കുകളായതിനാൽ തന്നെ അവൾക്കൊന്നും തോന്നിയില്ല. സത്യം എങ്ങനെ നോക്കി വളർത്തിയാടി നിന്നെ? ഇക്കണ്ട സ്വർണ്ണല്ല നീ അണിഞ്ഞു കാണാൻ ഞാൻ എത്ര ഓടിയതാ. ആ വാക്കുകൾക്ക് കാതോർക്കാൻ അവൾക്ക് തോന്നിയില്ല. കണ്ടില്ല അവിടെ അഹങ്കാരം. ഇന്നലെ കണ്ടവരപ്പോ അവിടെ ഇറങ്ങിപ്പോയിരിക്കുന്നു. അത് കേട്ട് അവൾ ഉള്ളാലെ ചിരിച്ചു. കെട്ടാമെന്നവനെയും കെട്ടിയവനെയും ഇന്നാണ് ആദ്യമായി കാണുന്നത്. തീർന്നു നീ ആയിട്ടുള്ള എല്ലാ ബന്ധവും. ഇനി എന്റെ വീടിന്റെ പടി നീ കിടക്കരുത്. ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്ക് പോയി. തന്നെ 100-1 അംശം പോലും അവർ മനസ്സിലാകാതെ പോയതിലുള്ള വിഷമം ഉള്ളിൽ കിടന്ന് തിളച്ചു മറിഞ്ഞു. എങ്കിലും അവൾ കണ്ണുനീരാൻ അത് പുറത്തു കളഞ്ഞില്ല. ഒരുതരം ദേഷ്യമാണ് തോന്നിയത്. പറഞ്ഞാൽ മനസ്സിലാക്കുന്നവരാണെങ്കിൽ എപ്പോഴേ അവർ മനസ്സിലാക്കുമായിരുന്നു എന്നെ. അവൾ ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു. ശേഷം പുറത്തേക്ക് നടക്കാൻ ഒരുങ്ങിയ അച്ഛനെയും അമ്മയും പിന്നിൽ നിന്ന് വിളിച്ചു. കാതിലും കഴുത്തിലുള്ളതെല്ലാം ഊരി നൽകി. ഇത് ഊരി നൽകിയതുകൊണ്ട് ഞാൻ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഇല്ലാതാവുന്നില്ല. എന്റെ കാലം ഈ ഭൂമിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ നിങ്ങൾ കൂടിയാ എന്ന് കരുതി അത് ഒരിക്കലും എന്നിൽ നിങ്ങൾക്കുള്ള പൂർണ്ണ അവകാശമാവുന്നില്ല. എന്നിൽ ഈ ലോകത്ത് മറ്റാരെക്കാൾ അവകാശം എനിക്ക് മാത്രമാണ്. അഹങ്കാരി. അതും പറഞ്ഞ് അവളുടെ വീട്ടുകാർ വീണ്ടും പുറത്തേക്ക് നടന്നു. അവൾ കാശിക്ക് മുമ്പിൽ വന്ന് നിന്നു. വളരെ നന്ദിയുണ്ട് മിസ്റ്റർ കാശി. പലർക്കും അഹങ്കാരി എന്ന ലേബൽ കിട്ടുമ്പോൾ വേദനയാവും തോന്നുന്നു. പക്ഷേ എനിക്കിന്ന് ആ പേരെൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് തോന്നുന്നത്. ആരെയും ഒന്നും ബോധിപ്പിച്ചിരിക്കാൻ ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. എങ്കിലും പലപ്പോഴായി നിർബന്ധിതയാവുകയായിരുന്നു. അവൾ കഴുത്തിലാവും കെട്ടിയ താലി ഉയർത്തി. എന്നെ സംബന്ധിച്ച് ഇത് വെറും ഒരു കുരുക്ക് മാത്രമാണ്. ഒരു മൂല്യവും ഞാനിതിന് കൽപ്പിക്കുന്നില്ല. അവൾ അത് ഊരി പുറത്തേക്ക് എറിഞ്ഞു. അത് കണ്ട് കാശിയുടെ അമ്മ നെഞ്ചത്ത് കൈവച്ചു. തനിക്കെതിരെ പോലീസിൽ പരാതിപ്പെടണം തന്നെയാണ് ഇപ്പോഴും എൻ്റെ മനസ്സ് പറയുന്നത്. പക്ഷേ നീതി നിഷേധിക്കപ്പെട്ട മറ്റൊരാൾ കൂടി ഈ മുറിയിൽ ഇപ്പോഴുണ്ട്. അതുകൊണ്ട് മാത്രമേ ഞാൻ രക്ഷപ്പെടുന്നു. അവൾ പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ കാശിയുടെ അനിത്യയുടെ ചിത്രത്തിനരികെ വന്നു നിന്നു. പൊരുതി നിൽക്കണമായിരുന്നു കുട്ടീനെ. ഒരാളെ പ്രണയിക്കുന്നൊരു തെറ്റല്ല, അയാളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് തെറ്റല്ല എന്ന് കരുതി ഒരിക്കലും സെൽഫ് റെസ്പെക്റ്റ് നഷ്ടപ്പെടുത്തി അയാൾക്ക് മുന്നിൽ കേഴാൻ പോകരുതായിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാക്കാം എന്തുകൊണ്ടായിരുന്നു നീ അത് ചെയ്തതെന്ന്. അവസാന നിമിഷം നിന്റെ ഏട്ടൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നില്ലെങ്കിൽ പോലും ഈ താലിയിൽ കയറില്ലായിരുന്നു. ആ അവസാന നിമിഷം വരെ ഞാനൊരു തീരുമാനമെടുക്കാൻ പ്രയാസപ്പെട്ടിരുന്നു. എന്നെയും നിന്റെയും ചിന്തകൾ സാമ്യമുള്ളതായിരിക്കണം. അവയ്ക്ക് കാരണം പലതായിരുന്നെങ്കിലും. ആ ചിത്രം നോക്കി പറഞ്ഞുകൊണ്ട് അവൾ പതിയെ വലത് കൈ ഉയർത്തി അവളുടെ മുഖത്തും തൊട്ടു. ശേഷം പുറത്തേക്ക് ഇറങ്ങി. തുടങ്ങണം, ഒന്നിൽ നിന്ന് തന്നെ തുടങ്ങണം. ഞാൻ ഇറങ്ങി ചെല്ലുന്ന എന്നിലേക്ക് തന്നെയാണ്. ഈ യാത്ര കഠിനമായിരിക്കും. ഈ നിമിഷം എനിക്ക് സ്വന്തം എന്ന് പറയാൻ ഞാൻ ഉടുത്തിരിക്കുന്ന സാരി മാത്രമാണ്. അതിന് അവകാശികളേറെയാണെന്നുള്ളത് മറ്റൊരു സത്യം. ഈ രാത്രി അന്തിയുറങ്ങാൻ എനിക്കൊരു ഇടമില്ല. കണ്ടെത്തണം. ഭക്ഷണം കഴിക്കാൻ കയ്യിൽ പണമില്ല. വഴികൾ കണ്ടെത്തണം. ഓരോ അടിയിലും കഴുകൻ കണ്ണുകൾ ചുറ്റും കാണും. പിടികൊടുക്കരുത്. നാളെ പുലരുമ്പോൾ എനിക്ക് ജീവനുണ്ടായിരിക്കണം. 2 ജോഡി വസ്ത്രം വേണം. ഒരു ജോലി നേടണം. പഠനം പൂർത്തിയാക്കണം. ഈ ലോകത്തിന്റെ ഏതെങ്കിലും മൂലയിൽ എനിക്കായൊരു ഇടം എനിക്ക് വേണം. എന്നിൽ ഞാൻ സമർപ്പിക്കുന്ന വിശ്വാസത്താൽ മുന്നോട്ട് അവന്തിക നേടിയെടുക്കാൻ ഒരു ലോകം തന്നെ ബാക്കിയാണ്.